5 വർഷത്തിനുള്ളിൽ മനുഷ്യരെ ചന്ദ്രനിലേക്ക് അയക്കാൻ ഇന്ത്യ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇന്ത്യയിൽ ഇന്ന് വന്ന ഹിന്ദു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലൊരു ന്യൂസ് ഉണ്ട്. അതായത് രാജ്യത്തെ 92% തോട്ടിപ്പണികളും എടുക്കുന്നത് പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട മനുഷ്യരാണ് എന്നാണ് ആ വാർത്ത. സംവരണത്തിന്റെ കാര്യം വരുമ്പോഴും ജോലിയുടെ കാര്യം വരുമ്പോഴും ഒക്കെ ദളിത്, ആദിവാസി, OBC സമുദായത്തിൽപ്പെട്ട മനുഷ്യരെ സ്കൂളിലും കോളേജിലും തൊഴിലിടങ്ങളിലും സവർണ വിഭാഗത്തിലുള്ളവർ വളഞ്ഞിട്ട് ക്ലാസ് എടുക്കലാണ് പതിവ്. കണക്കൊക്കെ നമുക്കറിയാം. ആർക്കാണ് ഇപ്പോൾ കണക്കും ശതമാനവും ഒക്കെ തട്ടിവിടാൻ അറിയാത്തത് എന്നൊക്കെ പറഞ്ഞത് റദ്ദാക്കാനാണ് തോന്നുന്നതെങ്കിൽ കണക്ക് സർക്കാർ തന്നെ പുറത്തുവിട്ടതാണ് എന്ന് ഒന്നുകൂടി പറയേണ്ടി വരും. കേരളത്തിലെയോ കൊച്ചിയിലെയോ മാത്രമല്ല, കേരളം ഉൾപ്പെട്ട ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 3000-ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടത്തിയ പഠനത്തിലൂടെയാണ് ഈ ഡേറ്റ സർക്കാരിന് ലഭിച്ചത്. പല സംസ്ഥാനങ്ങളിലെയും വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഇതുവരെ 38,000 തൊഴിലാളികളെയാണ് പ്രൊഫൈൽ ചെയ്യാൻ കഴിഞ്ഞത്. ഇതിൽ 68.9% മനുഷ്യരും പട്ടികജാതിക്കാരാണ്. 14.7% മനുഷ്യരും മറ്റ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരാണ്. 8.3% തൊഴിലാളികൾ പട്ടികവർഗക്കാരുമാണ്. എന്തുകൊണ്ടാണ് ഓടയിലും മാൻഹോളിലും സെപ്റ്റിക് ടാങ്കിലും വീണ് മരിക്കുന്നവരിൽ ദളിതരും ആദിവാസികളും OBC-ക്കാരും മാത്രം ഉണ്ടാകുന്നത് എന്നതിൻ്റെ ഉത്തരം ഇതാണ്. 2019-നും 2023-നും ഇടയിൽ 377 പേരാണ് രാജ്യത്തെ ഓടയിലും സെപ്റ്റിക് ടാങ്കിലുമൊക്കെ ക്ലീനിങ് പണികൾക്കിടയിൽ കൊല്ലപ്പെട്ടത്. ഇത് ഔദ്യോഗിക കണക്കുകളാണെന്ന് ഓർക്കണം. ഇത്തരം ജോലികളുടെ അനന്തരഫലമായും പ്രത്യാഘാതങ്ങൾ മൂലവും നടക്കുന്ന മരണങ്ങളും അതിൽ ബാധിക്കപ്പെട്ടവരെ കുറിച്ച് നമുക്ക് മുൻപിൽ പഠനങ്ങളോ വിവരങ്ങളോ ഒന്നുമില്ല. സഫായി കർമ്മചാരി ആന്തോളന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഇപ്പോഴും തോട്ടിപ്പണി എടുക്കുന്ന 7,70,000 തൊഴിലാളികളുണ്ട്. ഇവരിൽ പലരും മാസത്തിന്റെ അവസാനമോ വർഷത്തിന്റെ അവസാനമോ എണ്ണത്തിൽ കാണില്ല. ടോക്സിക് ഗ്യാസ് ശ്വസിച്ചും മാലിന്യത്തിൽ മുങ്ങിത്താണുമൊക്കെ മരിക്കുന്നവരാണ് ഇവരിൽ പലരും. ഒരു സുരക്ഷാ സംവിധാനങ്ങളും അവർക്കുണ്ടാകില്ല. വാഗ്ദാനം നൽകിയ നഷ്ടപരിഹാരമൊന്നും ലഭിക്കാത്ത ധാരാളം കുടുംബങ്ങളും രാജ്യത്തുണ്ട്. തോട്ടിപ്പണികൾ ഉപേക്ഷിച്ച് മറ്റു തൊഴിലുകൾ നേടിയെടുക്കാനും ഇവരെ പുനരധിവസിപ്പിക്കാനും അവരുടെ ജാതിയോ അതിലൂന്നിയ ബോധ്യങ്ങളോ അവരെ അനുവദിക്കാറുമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഗ്രേ ഏരിയകൾ ഒരുപാടുണ്ട്. ചോയ്സുകൾ ഒന്നുമില്ലാത്ത മനുഷ്യരുടെ നാടാണിത്. കണക്കൊന്നും ഈ കാണുന്ന വെറും കണക്കുകളല്ല.